ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 25 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഉത്തരം ബെഞ്ചമിൻ്റെ നിലനിൽപ്പ്. 21:1 നിന്നാണ് ആര് ഒന്നിച്ചു കൂടിയതിനെ കുറിച്ചാണ് ന്യായാധിപന്മാർ 21:1 പറയുന്നത്. ഉത്തരം ഇസ്രായേൽക്കാർ. ഇസ്രായേൽക്കാർ ഏത് സ്ഥലത്താണ് ഒന്നിച്ചു കൂടിയത്? ഉത്തരം മിസ്പായിൽ. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഉത്തരം ശപഥം. നമ്മിൽ ആരും നമ്മുടെ ആരെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്നാണ് ഇസ്രായേൽക്കാർ ശപഥം ചെയ്തത്. ഉത്തരം പെൺകുട്ടികളെ. നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്നാണ് ഇസ്രായേൽക്കാർ ശപഥം ചെയ്തത്. ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്. 21:2 നിന്നാണ് അവർ എവിടെ വന്ന് കരഞ്ഞതിനെ കുറിച്ചാണ് ന്യായാധിപന്മാർ 21:2 പറയുന്നത്. ഉത്തരം ബഥേലിൽ. ആര് ബഥേലിൽ വന്ന് കരഞ്ഞതായാണ് ന്യായാധിപന്മാർ 21:2 പറയുന്നത്? ഉത്തരം ഇസ്രായേൽക്കാർ. ഇസ്രായേൽക്കാർ ബഥേലിൽ വന്ന് എപ്പോൾ വരെയാണ് കരഞ്ഞത്? ഉത്തരം സായാഹ്നം വരെ. ഇസ്രായേൽക്കാർ ബഥേലിൽ സായാഹ്നം വരെ ആരുടെ സന്നിധിയിലാണ് കരഞ്ഞത്? ഉത്തരം ദൈവസന്നിധിയിൽ. ഇസ്രായേൽക്കാർ ബഥേലിൽ സായാഹ്നം വരെ ദൈവസന്നിധിയിൽ എപ്രകാരമാണ് കരഞ്ഞത്? ഉത്തരം ഉച്ചത്തിൽ കൈപ്പോടെ. 21:3 നിന്നാണ് ന്യായാധിപന്മാർ 21:3 കർത്താവിനോട് ആരാണ് സംസാരിക്കുന്നത്? ഉത്തരം ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം കർത്താവിനെ എപ്രകാരമാണ് അഭിസംബോധന ചെയ്യുന്നത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ ഡാഷ് ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? പൂരിപ്പിക്കുക. ഉത്തരം ഒരു ഗോത്രം. 21:4 നിന്നാണ് ജനം പിറ്റേ ദിവസം എന്താണ് നിർമ്മിച്ചത്? ഉത്തരം ഒരു ബലിപീഠം. ജനം പിറ്റേ ദിവസം എപ്പോഴാണ് ഒരു ബലിപീഠം നിർമ്മിച്ചത്? ഉത്തരം പുലർച്ചെ. ജനം ബലിപീഠം നിർമ്മിച്ച് അതിൽ എന്തൊക്കെ ബലികളാണ് അർപ്പിച്ചത്? ഉത്തരം ദഹനബലികളും സമാധാന ബലികളും. 21:5 നിന്നാണ് ആരുടെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രത്തെക്കുറിച്ചാണ് ഇസ്രായേൽക്കാർ തിരക്കിയത്? ഉത്തരം കർത്താവിൻ്റെ മുൻപിൽ. എവിടെ കർത്താവിൻ്റെ മുൻപിൽ വരാത്തവരെ കുറിച്ചാണ് ന്യായാധിപന്മാർ 21:5 പറയുന്നത്? ഉത്തരം മിസ്പായിൽ. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വരാത്തവനെ എന്തു ചെയ്യാനാണ് ഇസ്രായേൽക്കാർ ദൃഢപ്രതിജ്ഞ ചെയ്തത്? ഉത്തരം കൊന്നുകളയാൻ. 21:6 നിന്നാണ് ആരോടാണ് ഇസ്രായേലിന് അനുകമ്പ തോന്നിയത്? ഉത്തരം ബെഞ്ചമിനോട്. ബെഞ്ചമിനെ എപ്രകാരമാണ് ന്യായാധിപന്മാർ 21:6 വിശേഷിപ്പിക്കുന്നത്? ഉത്തരം സഹോദര ഗോത്രം. അവർ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം അറ്റുപോയിരിക്കുന്നു. 21:7 നിന്നാണ് ശേഷിച്ചിരിക്കുന്ന ആരെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 21:7 പറയുന്നത്? ഉത്തരം ബെഞ്ചമിൻ വംശജർ. ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഡാഷ് ലഭിക്കുവാൻ നാം എന്തു ചെയ്യണം? പൂരിപ്പിക്കുക. ഉത്തരം ഭാര്യമാരെ. നമ്മുടെ ആരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്നാണ്
ഇസ്രായേൽക്കാർ ശപഥം ചെയ്തത്? ഉത്തരം പുത്രിമാരെ. തങ്ങളുടെ പുത്രിമാരെ ബെഞ്ചമിൻകാർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ലെന്ന് ഇസ്രായേൽക്കാർ ആരുടെ മുൻപിലാണ് ശപഥം ചെയ്തു പോയത്? ഉത്തരം കർത്താവിൻ്റെ. 21:8 നിന്നാണ് മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഡാഷ് ഉണ്ടോ എന്നവർ തിരക്കി. പൂരിപ്പിക്കുക. ഉത്തരം ഇസ്രായേൽ ഗോത്രം. മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രമുണ്ടോ എന്ന് ആരാണ് തിരക്കിയത്? ഉത്തരം ഇസ്രായേൽ ജനം. എവിടെ നിന്നാണ് ആരും സന്നിഹിതരാകാതിരുന്നത്? ഉത്തരം യാബേഷ് ഗിലെയാദിൽ നിന്ന്. എന്തിനാണ് യാബേഷ് ഗിലെയാദിൽ നിന്ന് ആരും സന്നിഹിതരാകാതിരുന്നത്? ഉത്തരം സമ്മേളനത്തിൽ. 21:9 നിന്നാണ് ആരെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോഴാണ് യാബേഷ് ഗിലെയാദ് നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടാകാതിരുന്നത്? ഉത്തരം ജനത്തെ. 21:10 നിന്നാണ് ആരാണ് യാബേഷ് ഗിലെയാദിലേക്ക് നിയോഗിക്കപ്പെട്ടത്? ഉത്തരം യുദ്ധവീരന്മാർ. യാബേഷ് ഗിലെയാദിലേക്ക് യുദ്ധവീരന്മാരായ എത്ര ആളുകളെയാണ് നിയോഗിച്ചത്? ഉത്തരം 12,000 അഥവാ 12,000. ആരാണ് യാബേഷ് ഗിലെയാദിലേക്ക് യുദ്ധവീരന്മാരായ 12,000 ആളുകളെ നിയോഗിച്ചത്? ഉത്തരം ആ സമൂഹം. ആരൊക്കെ അടങ്ങുന്ന യാബേഷ് ഗിലെയാദിലെ നിവാസികളെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 21:10 പറയുന്നത്? ഉത്തരം സ്ത്രീകളും കുഞ്ഞുങ്ങളും. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന യാബേഷ് ഗിലെയാദിലെ നിവാസികളെ എന്തു ചെയ്യാനാണ് ആ സമൂഹം കൽപ്പിച്ചത്? ഉത്തരം വാളിനിരയാക്കാൻ. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന യാബേഷ് ഗിലെയാദിലെ നിവാസികളെ വാളിനിരയാക്കുക എന്ന് ആ സമൂഹം കൽപ്പിച്ചത് ആരോട്? ഉത്തരം യുദ്ധവീരന്മാരോട്. 21:11 നിന്നാണ് നിങ്ങൾ നശിപ്പിച്ചു കളയണമെന്ന് യുദ്ധവീരന്മാരോട് സമൂഹം കൽപ്പിക്കുന്ന ആദ്യത്തെ കൂട്ടർ ആര്? ഉത്തരം എല്ലാ പുരുഷന്മാരെയും. നിങ്ങൾ നശിപ്പിച്ചു കളയണമെന്ന് യുദ്ധവീരന്മാരോട് സമൂഹം കൽപ്പിക്കുന്ന രണ്ടാമത്തെ കൂട്ടരായ സ്ത്രീകളുടെ പ്രത്യേകത എന്ത്? ഉത്തരം പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും. യാബേഷ് ഗിലെയാദിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത ആരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം കന്യകമാർ. യാബേഷ് ഗിലെയാദിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 400. 21:12 നിന്നാണ് കന്യകമാരെ എവിടെയുള്ള പാളയത്തിലേക്കാണ് യുദ്ധവീരന്മാർ കൊണ്ടുവന്നത്? ഉത്തരം കാനാൻ ദേശത്തെ ശീലോയിൽ. 21:13 നിന്നാണ് അപ്പോൾ ആരാണ് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളെ അയച്ചത്? ഉത്തരം സമൂഹം മുഴുവൻ. സമൂഹം മുഴുവൻ എവിടെ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കലാണ് ആളെ അയച്ചത്? ഉത്തരം റിമ്മോൺ പാറയിൽ. സമൂഹം മുഴുവൻ റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളെ അയച്ച് എന്താണ് നടത്തിയത്? ഉത്തരം സമാധാന പ്രഖ്യാപനം. 21:14 നിന്നാണ് ആര് തിരിച്ചു വന്നതിനെ കുറിച്ചാണ് ന്യായാധിപന്മാർ 21:14 പറയുന്നത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ. എവിടെ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെ കുറിച്ചാണ് ന്യായാധിപന്മാർ 21:14 പറയുന്നത്? ഉത്തരം യാബേഷ് ഗിലെയാദിൽ നിന്ന്. യാബേഷ് ഗിലെയാദിൽ നിന്ന് രക്ഷിച്ച സ്ത്രീകളെ എന്തായാണ് ബെഞ്ചമീൻകാർക്ക് കൊടുത്തത്? ഉത്തരം ഭാര്യമാരായി. ബെഞ്ചമിൻ ഗോത്രക്കാർ എല്ലാവർക്കും തികയാതിരുന്നത് എന്ത്?
ഉത്തരം ഭാര്യമാരെ. 21:15 നിന്നാണ് ആർക്കിടയിലാണ് കർത്താവ് വിടവ് സൃഷ്ടിച്ചത്? ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ആരോടാണ് അലിവ് തോന്നിയത്? ഉത്തരം ബെഞ്ചമിൻ വംശജരോട്. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ഡാഷ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് ഡാഷ് തോന്നി. പൂരിപ്പിക്കുക. ഉത്തരങ്ങൾ: കർത്താവ് അലിവ് തോന്നി. 21:16 നിന്നാണ് ന്യായാധിപന്മാർ 21:16 ഏത് കൂട്ടരാണ് സംസാരിക്കുന്നത്? ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് കൂടി ഡാഷ് ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? ഉത്തരം ഭാര്യമാരെ. അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? ബെഞ്ചമിൻ ഗോത്രത്തിൽ ഡാഷ് അറ്റുപോയല്ലോ. പൂരിപ്പിക്കുക. ഉത്തരം സ്ത്രീകൾ. എവിടെയാണ് സ്ത്രീകൾ അറ്റുപോയത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിൽ. 21:17 നിന്നാണ് അവർ തുടർന്നു, ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിന് അവശേഷിച്ചിരുന്നവർക്ക് ഒരു ഡാഷ് വേണമല്ലോ. പൂരിപ്പിക്കുക. ഉത്തരം അവകാശം. ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ. ആരുടെ വാക്കുകളാണിത്? ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരുടെ. 21:18 നിന്നാണ് നമ്മുടെ ആരെ അവർക്ക് ഭാര്യമാരായി നൽകാൻ സാധിക്കുകയില്ല എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത്? ഉത്തരം പുത്രിമാരെ. ആർക്ക് ഭാര്യയെ നൽകുന്നതിനെ കുറിച്ചാണ് ന്യായാധിപന്മാർ 21:18 പറയുന്നത്? ഉത്തരം ബെഞ്ചമിൻ വംശജന്. ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ എന്തായിരിക്കുമെന്നാണ് ശപഥം ചെയ്തിട്ടുള്ളത്? ഉത്തരം ശപിക്കപ്പെട്ടവൻ. ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ശപഥം ചെയ്തിട്ടുള്ളത് ആര്? ഉത്തരം ഇസ്രായേൽ ജനം. 21:19 നിന്നാണ് ആരുടെ ഉത്സവം ആഘോഷിക്കുന്നതിനെ കുറിച്ചാണ് ന്യായാധിപന്മാർ 21:19 പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ. എവിടെയാണ് കർത്താവിൻ്റെ ഉത്സവം ആഘോഷിക്കാറുള്ളത്? ഉത്തരം ഷീലോയിൽ. എപ്പോഴാണ് ഷീലോയിൽ കർത്താവിൻ്റെ ഉത്സവം ആഘോഷിക്കാറുള്ളത്? ഉത്തരം വർഷം തോറും. ഏത് സ്ഥലത്തിന് വടക്കുവശമാണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബഥേൽ. ബഥേലിൽ നിന്ന് ഏത് സ്ഥലത്തേക്ക് പോകുന്ന പെരുവഴിയെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 21:19 പറയുന്നത്? ഉത്തരം ഷെക്കേം. ബഥേലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പെരുവഴിയുടെ ഏതു ഭാഗത്തായാണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കിഴക്ക്. ഏത് സ്ഥലത്തിന് തെക്കു ഭാഗത്തായാണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ലെബോനായ്ക്ക്. 21:20 നിന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ആരെയാണ് നിർദ്ദേശിച്ചത്? ബെഞ്ചമീൻകാരോട്. നിങ്ങൾ പോയി എവിടെ പതിയിരിക്കുവിനെന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ബെഞ്ചമീൻകാരെ നിർദ്ദേശിച്ചത്? ഉത്തരം മുന്തിരിത്തോട്ടങ്ങളിൽ. 21:21 നിന്നാണ് ആര് നൃത്തം ചെയ്യാൻ വരുമ്പോൾ എന്നാണ് ന്യായാധിപന്മാർ 21:21 പറയുന്നത്? ഉത്തരം ഷീലോയിലെ യുവതികൾ. ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് പുറത്തു വരണമെന്നാണ് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിക്കുന്നത്? ഉത്തരം മുന്തിരിത്തോട്ടത്തിൽ നിന്ന്. മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ആരെ പിടിച്ച് ഭാര്യയാക്കണമെന്നാണ് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിക്കുന്നത്? ഉത്തരം ഓരോ സ്ത്രീയെ.
മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി എവിടേക്ക് പോകുവിനെന്നാണ് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിക്കുന്നത്? ഉത്തരം ബെഞ്ചമിൻ ദേശത്തേക്ക്. 21-22 നിന്നാണ് ബെഞ്ചമിൻകാർ പിടിച്ചുകൊണ്ടുപോയ സ്ത്രീകളുടെ ആരൊക്കെ പരാതിയുമായി വരുന്നതിനെക്കുറിച്ചാണ് ശ്രേഷ്ഠന്മാർ പറയുന്നത്. ഉത്തരങ്ങൾ പിതാക്കന്മാരോ സഹോദരന്മാരോ. പരാതിയുമായി വരുന്നവരോട് എന്തു പറഞ്ഞുകൊള്ളാമെന്നാണ് ശ്രേഷ്ഠന്മാർ ബെഞ്ചമിൻകാരെ അറിയിക്കുന്നത്? ഉത്തരം സമാധാനം. പരാതിയുമായി വരുന്നവരോട് സമാധാനമായി ശ്രേഷ്ഠന്മാർ ആദ്യം പറയുന്നത് എന്ത്? അവരോട് ക്ഷമിക്കുവിൻ. എന്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല എന്നാണ് ശ്രേഷ്ഠന്മാർ പരാതിക്കാരോട് സമാധാനം പറയുന്നത്? ഉത്തരം യുദ്ധത്തിൽ. നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല എന്ന് ശ്രേഷ്ഠന്മാർ പരാതിക്കാരോട് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സ്ത്രീകളെ. നിങ്ങൾ അവർക്ക് സ്ത്രീകളെ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ എന്താകുമായിരുന്നു എന്നാണ് ശ്രേഷ്ഠന്മാർ പരാതിക്കാരോട് പറയുന്നത്? ഉത്തരം കുറ്റക്കാരാകുമായിരുന്നു. ആർക്ക് സ്ത്രീകളെ കൊടുത്തിരുന്നെങ്കിൽ ആണ് പരാതിക്കാർ കുറ്റക്കാർ ആകുമായിരുന്നത്? ഉത്തരം ബെഞ്ചമിൻകാർക്ക്. 21-23 നിന്നാണ് ബെഞ്ചമിൻ ഗോത്രജർ എന്തനുസരിച്ചാണ് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത്? ഉത്തരം തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച്. ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ ആരുടെ ഇടയിൽ നിന്നാണ് പിടിച്ചുകൊണ്ടുപോയത്? ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്. നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് എണ്ണത്തിന് ഭാര്യമാരെ പിടിച്ചുകൊണ്ട് ബെഞ്ചമിൻകാർ ഏതു സ്ഥലത്തേക്കാണ് മടങ്ങിച്ചെന്നത്? ഉത്തരം അവകാശമായി ലഭിച്ച സ്ഥലത്തേക്ക്. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് ബെഞ്ചമിൻകാർ എന്താണ് ചെയ്തത്? ഉത്തരം പട്ടണം പുതുക്കി. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി ബെഞ്ചമിൻകാർ എന്ത് ചെയ്തു? ഉത്തരം അവിടെ വസിച്ചു. ആര് അവിടെ നിന്ന് മടങ്ങിയതിനെ കുറിച്ചാണ് ന്യായാധിപന്മാർ 21-24 പറയുന്നത്? ഉത്തരം ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം അവിടെ നിന്നും മടങ്ങി തന്താങ്ങളുടെ എവിടേക്കൊക്കെയാണ് പോയത്? ഉത്തരങ്ങൾ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശഭൂമിയിലേക്കും. 21-25 നിന്നാണ് അക്കാലത്ത് ഇസ്രായേലിൽ എന്താണ് ഇല്ലായിരുന്നത്? ഉത്തരം രാജാവ്. ഓരോരുത്തനും തനിക്ക് ഡാഷ് എന്ന് തോന്നിയത് ചെയ്തിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം യുക്തം. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ സജഷൻസും കമൻസ് ആയിട്ട് അറിയിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.